അനശ്വര ഗായിക എസ് ജാനകിയെ അനുസ്മരിക്കാൻ സംഘടിപ്പിച്ച മഞ്ഞണി പൂനിലാവ് ഗാനസന്ധ്യ ശ്രദ്ധേയമായി. കമുകറ ഫൗണ്ടേഷനും ജീവൻ ടിവിയും സംയുക്തമായി നേതൃത്വം നൽകിയ പരിപാടിയിൽ സാംസ്കാരിക ടൂറിസം മന്ത്രി പി.സി. വിഷ്ണുനാഥ് മുഖ്യ അതിഥിയായിരുന്നു. എസ് ജാനകിയുടെ പാട്ടുകൾ കോർത്തിണക്കി അവതരിപ്പിച്ച ഗാനാഞ്ജലി ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവമായി. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഒഴുകിപ്പടർന്ന ജാനകി സംഗീതം ആസ്വദിക്കാനെത്തിയവർ മഞ്ഞണി പൂനിലാവിൽ ലയിച്ചപ്പോൾ തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ സംഗീത നഗരിയായി മാറി. പാട്ടുകളിലൂടെ ജീവിച്ച കമുകറ പുരുഷോത്തമന്റെ സ്മരണയിൽ രൂപം കൊണ്ട കമുകറ ഫൗണ്ടേഷനും ജീവൻ ടിവിയും കൈകോർത്തപ്പോൾ എസ് ജാനകിയുടെ പാട്ടോർമ്മകളും അനശ്വര ഗാനങ്ങളും മഞ്ഞണി പൂനിലാവിലൂടെ പുനർജനിച്ചു. അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീരം. ഭാഷകൾക്ക് അതീതമായി പാട്ടിനെ പ്രണയിച്ച എസ് ജാനകി മലയാളത്തിന് മാത്രം നൽകിയത് 1200-ലധികം ഗാനങ്ങളാണ്. ഈ ഗാനങ്ങളിൽ ചിലത് പ്രമുഖ ഗായകരുടെ ശബ്ദത്തിലൂടെ ഒഴുകിയെത്തിയപ്പോൾ സദസ്സൊന്നാകെ ആസ്വാദനത്തിന്റെ പരകോടിയിലേക്ക് ഉയർന്നു. കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസം മന്ത്രി പി.സി. വിഷ്ണുനാഥും മഞ്ഞണി പൂനിലാവിന്റെ ഭാഗമായി. എസ് ജാനകിയും കമുകറ പുരുഷോത്തമനും കാലാതീതമായി ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ശബ്ദ സാന്നിധ്യമായിരിക്കുമെന്ന മന്ത്രിയുടെ വാക്കുകളെയും സദസ്സ് ഏറ്റെടുത്തു. തുടർന്ന് എസ് ജാനകിയുടെ മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൊന്നായ ആഴക്കടലിന്റെ അങ്ങേക്കരയിൽ എന്ന ഗാനവുമായി മന്ത്രി വേദിയിൽ നിറഞ്ഞു നിന്നു. ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. എസ് ജാനകി സ്വരം പകർന്ന എത്രയെത്ര പാടിപ്പതിഞ്ഞ പാട്ടുകൾ. നീ തൂകുമനുരാഗ നവരംഗ ഗംഗയിൽ നീന്താതിരിക്കുമോ കണ്ണൻ. 6 പതിറ്റാണ്ടിന്റെ സംഗീത യാത്രയിലൂടെ 20ഓളം ഭാഷകളിലായി 48,000-ലധികം പാട്ടുകൾ നമുക്കായി സമ്മാനിച്ച പ്രിയ പാട്ടുകാരിയുടെ ഓർമ്മകൾ ഈ ഗാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു കമുകറ ഫൗണ്ടേഷൻ ഭാരവാഹികളായ രാജീവ് ONV, PV ശിവൻ, ചന്ദ്രസേനൻ നായർ, കമുകറ ശ്രീകുമാർ, ജീവൻ TV സാരഥി ബേബി മാത്യു സ്വാമതീരം എന്നിവർ നേതൃത്വം നൽകിയ മഞ്ഞണി പൂനിലാവ്. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.